Good morning, friends. It's me, Simon, YouTube channel. Simon Varghese Facebook, Simon Varghese Instagram. Welcome, sir. Have a nice and fantastic positive day. നമുക്കറിയാം, നമ്മുടെ രാജ്യം വളരെ വേദനിച്ച ചില സംഭവവികാസങ്ങളിലൂടെ കടന്നു പോകുന്ന കാലമാണ്. നമ്മുടെ മിടുമിടുക്കന്മാരായ കുട്ടികൾ 10-20 പേര് അവരുടെ ഭാവിയെ പ്രതിയുള്ള ആശങ്ക മൂലം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ ജീവിതം അവസാനിപ്പിച്ചു. അതിൽ പ്രക്ഷുബ്ധരായ യുവാക്കൾ, യുവതികൾ തെരുവിലിറങ്ങി അവരൊരു പേരുമൊക്കെ സ്വീകരിച്ചു. പാറ്റ ജനതാ പാർട്ടി അല്ലേ, കോക്രോച്ച് ജനതാ പാർട്ടി, CGP ഓക്കെ, അല്ല CJP ഓക്കെ. അവർ സമരം ചെയ്തു, അവരുടെ ഡിമാൻഡൊക്കെ അംഗീകരിച്ചു. മന്ത്രി രാജിവെച്ചു. മരിച്ച ഓരോരുത്തർക്കും ഓരോ കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കാൻ തീരുമാനിച്ചു. കൊള്ളാം അല്ലേ? പിന്നെ മെയിലിൽ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ട റാഡിക്കേഷൻ നടപടികളൊക്കെ സ്വീകരിച്ചു. അതൊക്കെ നന്നായിട്ട് പോട്ടെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മറിഞ്ഞ് നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകം മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയം, കഴിഞ്ഞ 10-12 വർഷക്കാലം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വരാത്ത ഒരു പ്രതിഷേധവും പ്രതിപക്ഷ സമരവും ഇപ്പോൾ വന്നിരിക്കുകയാണ്. അത് എല്ലാവർക്കും ഒരു അത്ഭുതമായിട്ട് തോന്നി. കാരണം ഓർഗനൈസ്ഡ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ലീഡേഴ്സ് ആർ സ്റ്റിൽ റിമൈൻസ് ഹിയർ. ബട്ട് ഇവിടെ ഉണ്ടായത് യുവാക്കളാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോകത്തെവിടെയോ യുവാക്കളുടെ ക്രോഡീകരണം നടന്നു, അവിടെയെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യയിലും സംഭവിക്കും, യാതൊരു സംശയവും വേണ്ട. അത് അതിനിടവരുത്താതിരിക്കുകയായിരുന്നു ചെയ്യേണ്ടത്. യുവശക്തി പൊട്ടിപ്പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി അത് മുന്നേറുക തന്നെ ചെയ്യും. നമുക്കറിയാം, UP-യിൽ എന്താ, കുട്ടികൾ നേരെ AK-47 എടുത്ത് വെടിവെക്കുക. എന്താ ഈ AK-47? എന്താ അത്? ഭീകരന്മാരെ തുരത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധം. അതെടുത്താണ് കുഞ്ഞുങ്ങളുടെ മേൽ. അതുപോലെ കുട്ടിയുടെ തലയടിച്ച് പൊട്ടി. ഒരു കുട്ടിയല്ല, അവർ സോറി പറഞ്ഞിട്ടുണ്ട്. അതാ ഇത് ഈ വർഗീയ കലാപം സപ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സേനയാണ് കുട്ടികളെ നേരെ അയച്ചത്. അവരാ പഠിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ഒരാൾക്ക് ഒരടിയാണ്, ആ അടി എവിടെ കൊടുക്കണം? തലയ്ക്ക് കൊടുക്കണം, അവൻ്റെ മർമ്മങ്ങളിൽ കൊടുക്കുക. അവർ പഠിച്ചിരിക്കുന്നത്, അവരടിച്ചു. ബുദ്ധിമാന്മാർ, ഈ നാടിൻ്റെ ശോഭ എന്തിയ നക്ഷത്രങ്ങളുമാണ് നിൽക്കുന്നത്. ഈ പൊട്ടന്മാർക്ക് മനസ്സിലായില്ല. അവരവരുടെ എല്ലാം തലയടിച്ച് പൊട്ടിച്ചു. ഒന്നോർത്ത്, ഇന്ന് ലോകം മുഴുവൻ ലേബർ സപ്ലൈ ചെയ്യുന്ന ആരാ? വെറും ലേബറല്ല, ബുദ്ധിപരമായ ലേബർ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യൂത്ത് ഉള്ളത് ലോകത്ത്. ചൈനയ്ക്ക് വൃദ്ധന്മാരേ ഉള്ളൂ. ആ വൃദ്ധന്മാർ അത്ര മോശമൊന്നുമല്ല. ഏജ്ഡ് വൺസ് ആർ നോട്ട് സോ ഹോപ്പ്ലെസ്, അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെയല്ല, അവർ പ്രൊഡക്ടിവിറ്റി ഉള്ളവരാണ്. ഇൻ ദ മീൻ ടൈം, ഇന്ത്യയുടെ അഭിമാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ യുവതീവാക്കളാണ്. രക്തത്തിളപ്പുള്ള, ബുദ്ധി കൂർമ്മതയുള്ള, ഭൗതികവും ആന്തരികവുമായ എല്ലാ ജ്ഞാനവുമുള്ള മിടുമിടുക്കന്മാരാണ്. അവരെ പ്രതിയാണ് നമുക്ക് സന്തോഷമുള്ളത്. അവരെയാണ് ഈ പറഞ്ഞ പൊട്ടന്മാർ തലക്കടിച്ച്. ഒരു കുട്ടി ഇപ്പോഴും ഇൻറ്റൻസീവ് കെയറിലാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രതിപക്ഷം ഇനി ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അവരും സടകുടഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. പാർലമെൻറ്റിൽ പ്രക്ഷുബ്ധം നടക്കുന്നു. TV ചാനലിൻ്റെ മുമ്പിൽ ഫിസിക്കലായിട്ടൊന്നും, അത് കാലം കഴിഞ്ഞു. ഫിസിക്കലായ സമരത്തിൻ്റെ കാലം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വലിയ പാർട്ടിയുടെ നേതാവ് പറഞ്ഞു, സമരത്തിൻ്റെ രീതി മാറണം. സത്യമാണ്. ഇപ്പം തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും കൂടെ ജോലി ചെയ്താൽ ഒരു കുടുംബം പുലർത്താൻ കഴിയൂ എന്നുള്ള കാലത്ത് വേലയും കൂലിയെല്ലാം കളഞ്ഞ് അങ്ങനെ ഈ പഴയ സമരമുറയ്ക്ക് പോകാനൊന്നും ആർക്കും നേരെയില്ല. അതൊക്കെ ആത്യന്തികമായി അവസാനത്ത് ഉപയോഗിക്കേണ്ട കാലമായി മാറി. അതുകൊണ്ട് പുതിയ സമരമുറകൾ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത്. തോമസ് ഐസക് അതൊന്നും കൂടെ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് കൊള്ളാം. അതായത് കാലം മാറിയനുസരിച്ച് നമ്മൾ മാറിയില്ലെങ്കിൽ അംബാസിഡർ കാറിന് പറ്റിക്കൊണ്ടിരിക്കും. ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന ഏറ്റവും സൂപ്പർ കാറാണ്, ലണ്ടൻ ഒറിജിൻ കാറാണ് അംബാസഡർ. 1.5 ഹോഴ്സ് പവർ, അതൊന്ന് 1.5 എൻജിൻ പവറുള്ള കാറ്. അതിപ്പോഴും കാറ് സൂപ്പർ. പക്ഷേ അതിൻ്റെ കാലത്തിനൊത്ത് മാറണം അല്ലേ? മാറിയില്ലെങ്കിൽ അതേത് രാഷ്ട്രീയ പാർട്ടി ആയാലും കൊള്ളാം, അത് ഒഫീഷ്യൽ സംവിധാനങ്ങളാണെങ്കിലും കൊള്ളാം,
എല്ലാം പൊളി. ഞാൻ ഓർക്കുകയാണ്, ഞാൻ ആർപ്പൂക്കര പഞ്ചായത്ത് കോട്ടയം സെക്രട്ടറി ആയിരുന്നപ്പം ദിവസം 1000 1200 ഒപ്പ് വരെ ഇട്ടിട്ടുണ്ട് സർട്ടിഫിക്കറ്റിൽ. അതൊരു ജോലിയായിരുന്നു. എന്നുവെച്ചാൽ ആർപ്പൂക്കര മെഡിക്കൽ കോളേജാണ് ജില്ലയുടെ സംസ്ഥാനത്തെ പല സ്ഥലത്തു നിന്നും വരുന്ന ജനന മരണം അവിടെ ഉണ്ട്. അപ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ് വേണം, ഫിസിക്കലായിട്ടാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇന്നെന്താ സ്ഥിതി? കഴിഞ്ഞ ദിവസം ഞാൻ ഓഫീസിൽ പോയി, ഒരു മനുഷ്യനാവില്ല. മറ്റൊരു ആൾക്കൂട്ടം എപ്പോഴും പ്രസിഡൻറ്റും മെമ്പർമാരും ഒക്കെ നിയന്ത്രിക്കുക, ആളുകൾ മാറി നിൽക്കുക, ഇരിക്കുക, വഴക്ക്, ബഹളം. ഞാൻ കഴിഞ്ഞ സ്ഥലം പോയിട്ട് ഒരു മനുഷ്യനവിടെ ഇല്ല. എന്താ, എല്ലാം ഓൺലൈനായില്ലേ? ക്യാഷ് മാർട്ടിൽ കൂടെ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടും. അപ്പോൾ അങ്ങനെ വന്നപ്പം ഓഫീസിൽ അപേക്ഷ കൊടുക്കുന്നതും സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെല്ലാം ഓൺലൈനായപ്പോൾ തിരക്കില്ല, ഒപ്പിടേണ്ട ആവശ്യമില്ല, കമ്പ്യൂട്ടർ പ്രിൻറ്റിന് ഒപ്പ് വേണ്ട. ഞാൻ ഓർത്തു പോവുകയാണ്. ഞാൻ പുതിയ സെക്രട്ടറിയെ കണ്ടതൊക്കെ പറയുമ്പോൾ ഞങ്ങൾ രണ്ടും ഒത്തിരി ചിരിച്ചു. കാരണം പുള്ളിക്ക് അങ്ങനെ ഒരു സംഭവം ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാലം മാറി, ഓഫീസ് മാറണം, നമ്മൾ മാറണം, നമ്മുടെ ചിന്താരീതികൾ മാറണം, കുട്ടികൾ മാറണം. എല്ലാം മാറ്റം കൊണ്ട് മാത്രമേ നിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ വന്ന കാലത്ത് അപ്പനും അമ്മയൊക്കെ ഇപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കണമെന്നും പറഞ്ഞാൽ മക്കളെ പഠിപ്പിക്കുന്നു. എൻ്റെ പൊന്നെ, നിങ്ങൾ 70s 80s ഒക്കെയാണ്, പിള്ളേർ ബ്രാൻഡ് ന്യൂ, അവരുടെ നോളജ് ബ്രാൻഡ് ന്യൂ. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഉപദേശിക്കാൻ നിൽക്കണ്ട. ഗൈഡ് ലൈൻസ് കൊടുക്കണം, അവരെ നേർവഴിക്ക് നയിക്കണമെന്നല്ലാതെ. ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് പോയി, ഇടുക്കി പ്രദേശത്താണ്. ഒരാൾക്ക് 2 മക്കളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, മകനെ എൻ്റെ BCom ഡിഗ്രിക്കൊക്കെ പഠിക്കാം. പറഞ്ഞടാ, പല കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറയടാ, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ആ ഇഷ്ടപ്പെടൽ മുമ്പോട്ട് കൊണ്ടുപോകണം. ഇന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ ഒരു കാര്യം നടക്കത്തുള്ളൂ. വിവാഹം വലിയൊരു പാടായി വരികയാണ് എന്ന് ഞാനൊരു 4-5 കൊല്ലം മുമ്പ് പറയുമ്പോൾ ആ പയ്യൻ്റെ അപ്പനെ വിളിക്കുക, എന്നെ സാറേ പൊട്ടത്തരം പറയുന്നത്, അവൻ്റെ കല്യാണം നടത്തുന്ന സമയത്ത് ഞങ്ങൾ അപ്പനും അമ്മയുണ്ട്, ബന്ധുക്കൾ, ഞങ്ങൾ ആലോചിച്ച് നടത്തും സാറേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചിരിച്ചു, ആ പയ്യനും ചിരിച്ചു. ഞങ്ങൾക്ക് 2 പേർക്കും മനസ്സിലായി അതിൻ്റെ കാര്യം എന്നാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നിപ്പം വിവാഹം വേണ്ട എന്ന് ചിന്തിക്കുന്നൊരു തലമുറ വളർന്നു വരികയാണ്, പെൺകുട്ടികളും ആൺകുട്ടികളും. ഒരാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഈ അവർക്കെല്ലാം അമ്മായിയച്ഛനും അമ്മായിയമ്മയ്ക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കാൻ നടക്കത്തില്ല. ഞാനും എൻ്റെ ഭർത്താവുമാണ്, പിന്നെയും നോക്കാം, കുഞ്ഞുങ്ങളും വേണ്ട നോക്കാം എന്ന് വെച്ചാൽ അവരുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. അപ്പനും അമ്മയൊന്നും വേണ്ട, ഇവരൊക്കെ ഇങ്ങനെ മുളച്ചുണ്ടായ പോലെയാണ്. ഈ കക്ഷികൾ ഒരു അപ്പനും അമ്മയുടെയും മകനും മകളും ഒന്നും അവർ ചിന്തിക്കുന്നില്ല. പക്ഷെ ആ കാലം പോയി, ഇനി അവരെ ചിന്തിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കത്തുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവർ എളുപ്പമെഴുതി ഞങ്ങൾക്ക് വിവാഹമേ വേണ്ട. അപ്പം ഈ രീതിയിൽ പോകുന്ന കാലമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നില്ലേ, ഏതോ ഒരു സമുദായത്തിൽ 1.25 ലക്ഷം ചെറുപ്പക്കാരെ വിവാഹം കഴിക്കാൻ നിൽക്കുന്നു. പത്രത്തിൽ വന്നു, മനോരമ വന്നു, ഏതോ ഒരു പത്രത്തിൽ വായിച്ചു. അപ്പം ഞാൻ 4-5 വർഷം മുമ്പ് ആ പയ്യന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു, എവിടുന്നെങ്കിലും ആരെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം നല്ലതാണ്, അത് മുമ്പോട്ട് കൊണ്ടുപോകണം. അത് എന്നുവെച്ചാൽ എങ്കിലേ നല്ലൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ അടിസ്ഥാനം മുഴുവൻ കാര്യം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴും ഒരു വിവാഹം കഴിക്കാൻ നിൽപ്പുണ്ട്, ആയി വരുന്നേ ഉള്ളൂ. എന്നിരുന്നാലും കാലത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കാൻ പഠിക്കണം, നമ്മുടെ മക്കളെ വളർത്താനും പഠിപ്പിക്കണം. കുടുംബത്തിൽ കാണുന്ന എപ്പോഴും അപ്പനും അമ്മയും വഴക്കും തെറിയും ബഹളവും, പിന്നെ ആ കുട്ടികൾക്ക് ആ കുടുംബത്തിൽ എന്തെങ്കിലും താല്പര്യം വരുമോ? നിങ്ങൾ ആ കുട്ടികളെ ഒരു മാതൃകയായി കാണിച്ചു കൊടുക്കണം. അപ്പനും അമ്മയും, ബൈബിൾ പറയുന്ന അപ്പനും അമ്മയും മക്കളുടെ മുമ്പിൽ സ്നേഹിച്ച് കാണുക എന്ന് വെച്ചാൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും ഒക്കെ ചെയ്ത് ഒരു തലമുറ അപ്പനും അമ്മയും എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് മക്കളെ കാണിച്ചു കൊടുക്കണം. അത് ബൈബിളിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ അങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാ കാര്യത്തിലും. അപ്പം ഞാൻ നമ്മൾ കയറിപ്പോകുന്നത് ഡൽഹിയിലെ കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങ് മാറിപ്പോയി. അപ്പം നമ്മുടെ യുവാക്കൾ ഉയർത്തെഴുന്നേറ്റു, അവർ സമരമുഖത്ത് വന്നു, അവർ ടിയർ ഗ്യാസ് ഷെല്ലടിഞ്ഞു നോക്കി, ലാത്തി ചാർജ് ചെയ്ത് നോക്കി, തല തല്ലി പൊളിച്ച് നോക്കി, AK-47 ഉപയോഗിച്ച് വെടിവെച്ച് നോക്കി,
പിന്നെ സ്നിഫർ ഗൺ ഉപയോഗിച്ച് നോക്കി, നോ രക്ഷ. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ മാറണം, നീതി ബോധം വളർത്തണം, യുവാക്കളെ അംഗീകരിക്കണം, 50% സംവരണം ഉടൻ നടപ്പാക്കണം. അതുപോലെ തന്നെ അതിൽ ഏജും വെക്കണം. ഈ വയസ്സന്മാർ തന്നെ, ഞാനും ഒരു വയസ്സനാണ്, പക്ഷേ ഈ വയസ്സന്മാർ തന്നെ ഭരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവിടെയും സംവരണം വേണം, ഏജിനും സംവരണം വേണം. MLA ഇത്ര വയസ്സിൽ ഇന്നടുത്ത് അതുപോലെയെങ്കിലും വരണം, അല്ലാതെ ഇവിടെ ആരും മാറിക്കൊടുക്കത്തില്ല. ഏത് രാഷ്ട്രീയ പാർട്ടി എടുത്ത് നോക്കിയാലും എൻ്റെ എല്ലാം തലപ്പത്ത് എഴുന്നേക്കാൻ മേലത്ത് 2 പേര് പിടിക്കുന്ന ആൾക്കാർ. യുവാക്കൾക്ക് അവരുടെ തൃശ്നയോട് കൂടി പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നില്ല. അപ്പം അതിന് അവസരം ഉണ്ടാക്കണം. 50% സംവരണം അടിയന്തരമായിട്ട് നടപ്പാക്കണം. അതോടൊപ്പം യുവാക്കൾക്ക് പ്രാമുഖ്യം നൽകണം. അത് ആരും അങ്ങനെ കൊടുക്കത്തില്ല. കൊടുക്കണമെങ്കിൽ ലീഗലി അത് പറയണം. ഇത്ര പ്രായത്തിൽ മുഖ്യമന്ത്രി ആകുന്നയാൾ 60 വയസ്സിൽ മേളിൽ വരാൻ പാടില്ല, അല്ലെ 65 വയസ്സിന് മേളിൽ വരാൻ പാടില്ല. അങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കാം. അങ്ങനെ വരുമ്പം പാർട്ടിക്കാർ തീരുമാനിക്കും 65 വയസ്സിൽ താഴെയുള്ള B കാസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കും. അങ്ങനെ വല്ല ഡിസിഷൻ വരണം. എന്തായാലും ഈ നാട് ചെറുപ്പമാകട്ടെ, ഈ നാട് ചെറുപ്പക്കാരുടേതാകട്ടെ, എങ്കിൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തുള്ളൂ. തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷ ഭംഗിയായിട്ട് നടത്തപ്പെടട്ടെ. നമ്മുടെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാകട്ടെ. പിന്നെ ഒരു ചെറിയ കാര്യത്തിൽ സന്തോഷമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല, ചില രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുടെ മക്കളുമൊക്കെ വിദേശത്ത് പഠിക്കുന്നുണ്ട്. അത് പഠിപ്പിക്കാൻ വിട്ടിട്ടാണ് നാട്ടിൽ വിദേശത്ത് പഠിക്കാൻ പോകുന്നവർ കുറ്റം പറയുന്നത് മനസ്സിലായി. ഒരു കാര്യമില്ല, നമ്മൾ ജ്ഞാനം ആർജിക്കാനായിട്ട് എവിടെ വരെയും പോകാം, സമ്പാദിക്കാൻ വേണ്ടി എവിടെ വരെയും പോകാം, പഠിക്കാൻ അത് പഠനവും പ്രവൃത്തിയൊക്കെ നടത്താൻ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷെ നമ്മുടെ നാടിനെ, കൊച്ചു കേരളത്തിനെ മറക്കരുത്. ഈ കേരളത്തിൻ്റെ മനോഹാരിത നിങ്ങൾ വിട്ടുകളയരുത്. 1 വർഷമോ 2 വർഷമോ കൂടുമ്പോൾ ഈ നാട്ടിൽ വരികയും നല്ല ഒരു കുടുംബക്കാരെല്ലാം വിളിച്ചു കൂട്ടി നല്ലൊരു ഭക്ഷണം കൊടുക്കുകയും കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് പോയി നല്ലൊരു ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യണം. നമ്മുടെ സ്നേഹം നിലനിർത്തണം. ഈ കേരളം പോലെ ഭംഗിയുള്ള, ഇത്രയും ഭംഗിയുള്ള സ്ഥലം എവിടെ ഉണ്ട്? സ്വിറ്റ്സർലൻഡുണ്ടോ, പാരീസിലുണ്ടോ, എവിടെ ഉണ്ടോ എനിക്കറിയാം. അവിടെയൊക്കെ കാണും, പക്ഷെ അവിടെയൊക്കെ അപ്പടി ആൾക്കൂട്ടം. നമ്മുടെ മൂന്നാർ പോലെയാണ്. ഈ ശനി ഞായർ ദിവസങ്ങളിൽ ഞങ്ങൾ മൂന്നാർ പോയാൽ നിങ്ങൾ മൂന്നാറിനെ വെറുത്തു പോകും. എന്നുവെച്ചാൽ കാലെടുത്ത് ചവിട്ടാൻ പറ്റും. അതുപോലെ ടൂറിസ്റ്റുകൾ വരിക. ഇത് തന്നെ എൻ്റെ മോള് ഫ്രാൻസ് ഇവിടെ പാരീസിൽ പോയപ്പോൾ അവൾ പറഞ്ഞു, പപ്പ സൂപ്പറാണ് പാരീസ്, പക്ഷേ കാലെടുത്ത് നിൽക്കുക. എന്ന് വെച്ചാൽ ലോകത്തുനിന്ന് മുഴുവൻ ആളുകൾ അങ്ങോട്ട് വരിക, ടൂറിസ്റ്റുകളെ. എന്നിട്ട് പിന്നെ ഇവരവരുടെ മുറിയിൽ പോയിരുന്നു, അങ്ങനെ ഇതിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് തിരക്ക് കൂടുതലാണ്. നമ്മുടെ നാടും നമ്മുടെ നാട്ടുകാരും നമ്മളെല്ലാവരും ചേരുമ്പോഴല്ലേ സ്വർഗം. അപ്പോൾ ആ സ്വർഗത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും വരണം. പഠനം, വിദ്യാഭ്യാസം, ജോലി, അത് ഏത് രാജ്യത്ത് നല്ലത് കിട്ടുന്നു അവിടെ പോകും. നല്ലത് ഏത് കിട്ടുന്നു അത് മറ്റൊരാളെ അഭിപ്രായത്തിൽ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ മാത്രമാണ്. മറ്റൊരാൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു, എല്ലാവരും തിരിച്ച് ഗൾഫിൽ നിന്ന് എല്ലാവരും തിരിച്ചു വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ടൊരു 30 വർഷമായി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇനി ഗൾഫ് നോക്കണ്ട, തീർന്നു. ഈ ഏതെങ്കിലും ഒരു മണ്ടൻ ആരുടെയും പ്രേരണയെ പോയിട്ട് വിദ്യാഭ്യാസവും ഇല്ല, നൈപുണ്യവും ഇല്ല പോയിട്ട് അവൻ തിരിച്ചു വരുന്നതിന് ലോകത്തുള്ള എല്ലാവരും ഇതിനാണ് പറയുന്നത്. അമേരിക്കയിലോ ഇംഗ്ലണ്ടിലോ ശങ്കൻ കൺട്രീസിലോ ഒക്കെ ആളെ എടുക്കണമെങ്കിൽ നൈപുണ്യം വേണം. അവനൊരു ജോലി ഏൽപ്പിച്ച് അത് ഭംഗിയായിട്ട് ചെയ്യണം. 12 hours ഡ്യൂട്ടി ചെയ്യണം. ഇവിടെ 6 hours 7 hours ചെയ്യുമ്പോഴേ മടുക്കുന്ന പാർട്ടി. അവിടെ കമ്പൽസറിയാണ് 12 hours. രാവിലെ 8-ന് കയറിയാൽ വൈകിട്ട് 8-ന് ഇറങ്ങാം. പക്ഷേ 8 മണിക്കൂർ കഴിഞ്ഞാൽ അവസാനത്തെ 4 മണിക്കൂർ ഇരട്ടി ശമ്പളം കിട്ടും, കൈ നിറച്ച് $, കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ 12 മണിക്കൂർ ജോലി ചെയ്യണം. 2 ഷിഫ്റ്റേ ഉള്ളൂ സാധാരണ നിലയിൽ. 3 ഷിഫ്റ്റുള്ളതും കാണാം, പക്ഷേ കൂടുതൽ 2 ഷിഫ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ നാടിനെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നമുക്ക് ലോകത്തെ നോക്കിക്കാണാം. ഭരണാധികാരികൾ ശ്രദ്ധിച്ച് ജീവിക്കേണ്ട കാലഘട്ടമാണ്. യുവശക്തി ഉണർന്നു കഴിഞ്ഞു. പിന്നെ ഞാനിന്ന് കാശ്മീരിൽ ഒരു വാർത്ത കേട്ടപ്പോൾ അതിൽ പറയുന്നു, കൽക്കട്ടയിലൊരു ടൗൺഷിപ്പ് വരുന്നു. അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ ടൗൺഷിപ്പിനെയൊക്കെ പിന്തുണുകൊണ്ടാണ്. വയനാട്ടിലെ ടൗൺഷിപ്പ്
ഒരു ചരിത്രമാകുമെന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്. അത് സത്യമാണ്. ലോകത്തു നിന്നെല്ലാം സെർച്ചിങ് വരും. ഒരു അട്രോസിറ്റി ഒരു പ്രദേശം മുഴുവൻ നശിച്ചാൽ അവരിങ്ങനെ സ്കാറ്റർ ചെയ്ത് പലയിടത്തായിട്ട് പോകാതെ അവരെ ഒന്നിച്ച് നിർത്താൻ ടൗൺഷിപ്പ് പോയിരിക്കും. തീർച്ചയായിട്ടും കേരളത്തിലെ ടൗൺഷിപ്പ് സൂപ്പറാണ്. അത് കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഈ ഗവൺമെൻറ് അതിനെ ഒന്നുകൂടെ വിജയിപ്പിക്കണം, ഗ്ലാമറസ് ആക്കണം. ടൂറിസ്റ്റ് ഹോട്ടലുകളൊക്കെ അനുവദിക്കണം, നല്ല ക്ലബ്ബുകൾ അനുവദിക്കണം, നല്ല പള്ളികൾ, അമ്പലങ്ങൾ, മോസ്കുകൾ എല്ലാം. ഇതെല്ലാം ഇല്ലാത്തൊരു ജീവിതം മലയാളിക്കില്ലല്ലോ. ഇതൊക്കെ വേണം. അങ്ങനെ സൂപ്പറായിട്ടൊരു നല്ല ഒരു ടൗൺഷിപ്പ് വയനാട്ടിൽ സൃഷ്ടിക്കാൻ അതിൻ്റെ പ്രായോജകർ അത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി നിലവിലുള്ള ഗവൺമെൻറ് ചെയ്താൽ ഭംഗിയായിരിക്കും. അത് ടൂറിസ്റ്റ് പോയിൻ്റായിട്ട് മാറ്റണം നമുക്ക്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഫാൻറ്റാസ്റ്റിക് പോസിറ്റീവ് ഡേ. പ്രൈസ് അവർ ഗോഡ്. താങ്ക് യു.